ഭരണപക്ഷത്തെ പിടിച്ചുലച്ച രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാരേഖകളിൽ നീക്കി. ബി.ജെ.പിക്കും RSSനുമെതിരെയുള്ള ചില പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട്. പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന നിലപാടിലാണ് ബി.ജെ.പി. രാഹുൽ അപമാനിച്ചത് ഹിന്ദുക്കളെ എന്നാണ് ബി.ജെ.പി വാദം. നന്ദി പ്രമേയ ചർച്ചയിൽ ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി പറയും. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഈ നന്ദി പ്രമേയ ചർച്ചയോടുകൂടി സഭ കലുഷിതമാകാനുള്ളൊരു സാഹചര്യമുണ്ടോ? ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത് സഭാരേഖകളിൽ നിന്ന് വരെ നീക്കം ചെയ്തല്ലോ. മോദി, അടുത്ത കാലത്തൊന്നും നമ്മൾ ലോക്സഭയിൽ കാണാത്ത കാഴ്ചകളായിരുന്നു ഇന്നലെ കണ്ടത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു, ആ പ്രസംഗത്തെ എതിർത്ത് 2 തവണ പ്രധാനമന്ത്രി എഴുന്നേൽക്കുന്നു, ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് എഴുന്നേറ്റ് നിന്ന് മറുപടി പറയേണ്ടി വരുന്നു, രാജ്നാഥ് സിംഗിന് എഴുന്നേൽക്കേണ്ടി വരുന്നു, ഭൂപേന്ദ്ര യാദവ് എഴുന്നേൽക്കുന്നു, കിരൺ റിജിജു എഴുന്നേൽക്കുന്നു. ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെയോ പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവിനെയോ ഖണ്ഡിക്കാൻ വേണ്ടി ഭരണപക്ഷത്ത് നിന്ന് ഏതെങ്കിലും മന്ത്രിക്കോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ ഒരിക്കൽ പോലും എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ അത് കണ്ടു. അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുകയാണ്. ഹിന്ദു അഗ്നിവീർ തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ബി.ജെ.പി ഉന്നയിക്കുന്ന ആരോപണം രാഹുൽ ഗാന്ധി അപമാനിച്ചത് ഹിന്ദുക്കളെ ആകെയാണ് എന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി ആ ആരോപണം സഭയിൽ ഉന്നയിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്, നിങ്ങൾ ഹിന്ദുവല്ല, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അട്ടിപ്പറ അവകാശം പേരാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല എന്നുള്ള നിലയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. RSS ഹിന്ദുവല്ല, ബി.ജെ.പി ഹിന്ദുവല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ ആ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്തു. അഗ്നിവീറുമായി ബന്ധപ്പെട്ട്, അഗ്നിവത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേയേറെ രൂക്ഷമായ വിമർശനം രാഹുൽ നടത്തിയിരുന്നു, അത് നീക്കം ചെയ്തു. ഒപ്പം തന്നെ മറ്റു ചില ബി.ജെ.പിക്കും RSSനുമെതിരെയുള്ള പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും കൂടുതൽ പേർ ഈ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ആകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം എന്നാണ്, ലോക്സഭയിലെ മറുപടി പ്രസംഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇന്നലെ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് സംസാരിച്ച മഹുവ മൊയ്ത്രയ്ക്കെല്ലാമുള്ള മറുപടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നും ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലായിരിക്കും ഈ ചർച്ചകൾ നടക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യം സജീവമാക്കുന്നുണ്ട് ബി.ജെ.പി. സംസ്ഥാനങ്ങളിൽ ഇത് സംബന്ധിച്ച ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഭയിൽ ബി.ജെ.പി അംഗങ്ങൾ ഇന്ന് പ്രതിഷേധിക്കാനും സാധ്യതയുണ്ട്.